ബോർഡും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാത്തൊരു സംഗതിയുണ്ട്. ഞാനൊരു അധ്യാപികയായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, തവനൂർ പഞ്ചായത്ത് ഉൾപ്പെടെ. നമ്മുടെ പൊതുവിദ്യാലയങ്ങളില് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സമയമില്ല, സമയം കിട്ടണമില്ല. പബ്ലിസിറ്റി മാത്രം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സെൻസസ് എടുത്താലേ, സർവേ എടുത്ത് നോക്കിയാലേ സ്വന്തം പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയില്ല കുട്ടികൾക്ക്. ഒന്ന് സർവേ എടുത്തിട്ട് നോക്കണം. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ ആകെ വിക്ഷേപിക്കണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് രോഹിത്. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ ഈ സഹോദരി പറഞ്ഞു ടീച്ചറാണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ടീച്ചർ പോണേ? ടീച്ചർ എന്തിനാ പോണേ? അല്ലല്ല നിങ്ങൾ തമ്മിലല്ല. അല്ലല്ല അപ്പൊ ആ ടീച്ചർ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂളിലുണ്ട്. ICT സാധ്യത ഒക്കെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പറയും. ശരി. വളരെ മോശമാണ് ഒരു ടീച്ചറെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചത്, അല്ലേ? ടീച്ചർ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ കോൺഗ്രസിന്റെ ഓഫീസിൽ പോയി ഈ കാര്യം ഘോര പറഞ്ഞപ്പോ അവിടെയുള്ളവർ കൈയടിക്കുകയും ഇങ്ങനെ പൊക്കിയെടുക്കുക വരെ ചെയ്തതാണ്. തൊണ്ട അലറിക്കാറിയ ടീച്ചറിനോടാണ്. പറഞ്ഞു വരുമ്പോൾ ടീച്ചർ വെറുതെ പോകുന്നു, പൈസ മേടിക്കുന്നു, തിരിച്ചു വരുന്നു. ടീച്ചറിനെ കൊണ്ട് ഒരു കുട്ടീനെ പോലും പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ സ്കൂളിൽ പോകാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്.